അയ്യോ അയ്യോ, നിന്റെ മൂക്കിടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നിന്റെ ഒരു പല്ല് ഞാൻ ഇടിച്ചു തരും. ഇന്ന് നിന്നെ പറ്റി ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും. എന്നെ അടിയടിച്ചേ. നീയും മോശമൊന്നും അല്ല. നീയല്ലേ തുടങ്ങിയത്. നീ ചോദിച്ചു വാങ്ങിയതല്ലേ. എന്തായാലും നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ പറിക്കാൻ വെച്ച പല്ല് നിന്റെ അടിയോണ്ട് ഇങ്ങ് പോന്നു. 100 രൂപ ലാഭമായി. സാറേ, ഈ ടിൻഡു എന്നെ ചെരുപ്പോണ്ട് തല്ലി. അത്രക്കായോ? കളിച്ച് കളിച്ച് ഇവിടം വരെ എത്തിയോ? ടിൻഡുവിടെ ഇവിടെ വന്നേ. ടിൻഡു, നീ ഇവനെ ചെരുപ്പ് കൊണ്ട് തല്ലിയോ? തല്ലി സാർ, അതവൻ പറഞ്ഞിട്ടാ. അവൻ പറഞ്ഞിട്ടോ? അതെ സാർ, ചെളി ചവിട്ടിയ ചെരുപ്പുമായി ക്ലാസ് കയറരുതെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു ചെരുപ്പിനടിയിൽ ചെളി ഇല്ലെന്ന്. അപ്പൊ അവൻ പറയുവാ, എന്നാ ചെരുപ്പിനടിയൊന്ന് കാണട്ടെ എന്ന്. അപ്പൊ ഞാൻ എന്റെ ചെരുപ്പ് ഊരി ഒരു അടി കൊടുത്തു. ശരി ശരി, ഇന്നലെ പഠിപ്പിച്ച എല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്താ ടിൻഡു, എല്ലാം തറുവാക്കിയോ? അങ്ങനെ മാത്രം പറയരുത് സാർ. ടിൻഡു കുരുത്തക്കേട് കാണിക്കും, അടിപിടി കൂടും. പക്ഷേ ഒരിക്കലും ഒരു തറയാകില്ല സാർ. അതല്ലടാ, ഇന്നലെ ക്ലാസ്സിലെടുത്ത എഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ മനപ്പാടമാക്കിയോ എന്നാണ് ചോദിച്ചത്. അവരൊക്കെ ആരാ? പുതിയ അഡ്മിഷനാണോ? എന്തായാലും എനിക്കറിയില്ല. എഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടൽ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കിഴിക്കൽ. അതിനാണോ ഈ വായിക്കൊള്ളാത്ത പേരൊക്കെ പറയണേ? ടിൻഡു, നിനക്ക് കൂട്ടാനറിയുമോ? എനിക്കിഷ്ടം മീൻകൂട്ടാനാ. അതല്ലടാ, 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ അറിയോന്ന്. കുറച്ചൊക്കെ അറിയും. എന്നാ ഞാനൊരു കണക്ക് തരാം. ഈശ്വര, പെട്ടു. 3ൽ നിന്നും 3 കൂട്ടിയാൽ എത്ര? 3ൽ നിന്നും 3 കൂട്ടിയാൽ 7. എടാ മണ്ടാ, തെറ്റിയല്ലോ. ഒന്നൂടെ കൂട്ട്. ശരി, 8. എടാ, അതും തെറ്റി. നീ ഒന്നുകൂടെ കൂട്ട്. ശരി, എന്നാൽ 9. ഇതെന്താടാ കൂടിക്കൂടി വരുന്നത്? ഓരോ പ്രാവശ്യം ഉത്തരം പറയുമ്പോ സാറല്ലേ പറഞ്ഞേ, ഒന്നുകൂടെ കൂട്ട്, ഒന്നുകൂടെ കൂട്ട്. എന്താ ടിൻഡു ഇത്ര വലിയ ആലോചന? അല്ല മുത്തച്ഛ, ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഓർത്തങ്ങടെ ഇരുന്ന് പോയതാ. ഇന്ത്യക്കിപ്പോ എന്തു പറ്റി? ഗാന്ധിജി പോയി, നെഹ്റുജി പോയി, സുഭാഷ് ചന്ദ്രബോസും പോയി. എനിക്കാണെങ്കിൽ സുഖമില്ല. ഇനി ഇന്ത്യയുടെ ഗതി എന്താകുമോ എന്തോ. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എടാ ടിൻഡു, നിനക്ക് സുഖമില്ലാത്ത കാര്യം ട്യൂഷൻ മാഷ് അറിഞ്ഞു എന്നാ തോന്നുന്നേ. മാഷിതേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എവിടെയും പോയി ഒളിച്ചോ. അയ്യോ, ചതിച്ചു. മുത്തച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഒരാഴ്ച ലീവ് എടുത്തത്. മുത്തച്ഛൻ എവിടെങ്കിലും ഒന്ന് പോയി ഒളിക്കേ. ടിൻഡുമോനില്ലേ? ഇല്ല, അവന് നല്ല സുഖമില്ല. ആശുപത്രി വരെ ഒന്ന് പോയതാ. നിങ്ങൾ ടിൻഡുമോന്റെ? ഞാൻ അവന്റെ ഗ്രാൻഡ് ഫാദറാ. കഴിഞ്ഞ ആഴ്ചയല്ലേ അവൻ ഗ്രാൻഡ് ഫാദർ മരിച്ചു എന്ന് പറഞ്ഞ് ലീവ് എടുത്തത്? അയ്യോ മാഷേ, ആ മരിച്ച ഗ്രാൻഡ് ഫാദർ ഞാനല്ല. മരിച്ചത് അവന്റെ അമ്മയുടെ അച്ഛനാ. ഞാൻ അവന്റെ അച്ഛൻ്റെ അച്ഛനാ. എന്നാ ശരി, അവൻ വന്നാ പറഞ്ഞേക്ക് അവന്റെ മരിക്കാത്ത ട്യൂഷൻ മാഷ് വന്നിട്ടുണ്ടെന്ന്. എന്തായി മുത്തച്ഛ, എന്തായി പോയോ? മരിക്കാത്ത ട്യൂഷൻ മാഷ് പോയി എന്ന് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ ട്യൂഷൻ മാഷ് മരിച്ചെന്ന് പറഞ്ഞാ ഞാൻ മുങ്ങിയത്. എന്നിട്ടെന്താ? സ്കൂളിൽ എല്ലാരും കൂടി റീത്തുമായി ട്യൂഷൻ മാഷിന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ കണ്ണീരിന്റെ പൂരമായിരുന്നു എന്റെ മുത്തച്ഛ. അല്ല, മാഷ് ശരിക്കും മരിച്ചിരുന്നോ? സത്യം മനസ്സിലായപ്പോ എല്ലാരും കൂടെ ശരിക്കും എനിക്കിട്ട് തന്നു. അങ്ങനെ ഞാൻ അവിടെ കരഞ്ഞ് കണ്ണീരിന്റെ പൂരമാക്കി. അതൊക്കെ പോട്ടെ, മുത്തച്ഛൻ എന്തു പറഞ്ഞ അവരെ തിരിച്ചയച്ചത്? ഈ മുത്തച്ഛൻ ആരാ മോൻ? മുത്തച്ഛൻ പറഞ്ഞു മരിച്ച് നിന്റെ അമ്മയുടെ അച്ഛനാണ്, ഞാൻ നിന്റെ അച്ഛൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എന്നോടാ കളി. അയ്യോ, ചതിച്ചു. ഇനി ഞാൻ നാളെ എങ്ങനെ സിനിമയ്ക്ക് പോകും? സിനിമയോ? ഞാൻ അച്ഛന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു നാളെ സിനിമയ്ക്ക് പോകാനാ വിചാരിച്ചത്. എല്ലാം കളഞ്ഞില്ലേ?
എനിക്ക് മടുത്തു. ചോറും കറിയും വെച്ചുള്ള കളി എന്നും ഒരേ കളി തന്നെ. എന്നാ ഇനി മുതല് ബിരിയാണിയും കോഴി പൊരിച്ചതും വെച്ച് കളിക്കാം. ഞാൻ ആരാ? നീ ഒരു മനുഷ്യൻ. അല്ല, ഞാൻ ചേട്ടന്റെ അനിയത്തിയാ. ശരി, സമ്മതിച്ചു. മനുഷ്യനല്ല, അനിയത്തി. എങ്കിലെന്നെ സൈക്കിളിനെ കയറ്റി മുറ്റത്തൂടെ ഓടിക്കുവോ? മനുഷ്യനിവിടെ വയ്യാതിരിക്കുമ്പോഴാ അവളുടെ ഒരു സൈക്കിളോട്ടം. ചേട്ടാ, ദാ ആ കാണുന്ന പശുവിന് എന്താ കൊമ്പില്ലാത്ത? ആ പടത്തിൽ കാണുന്ന പശുവിന്റെ കാര്യമാണോ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ചില പശുക്കൾക്ക് കൊമ്പ് കാണില്ല. ചിലതിന് വളരെ ചെറുതായിരിക്കും. എന്നാൽ ചില പശുക്കളുടെ കൊമ്പ് മുറിഞ്ഞു പോകും. ആ പശുവിന് കൊമ്പില്ലാത്തത് എന്താ? അത് പറ. ആ പശുവിന് കൊമ്പില്ലാത്തത് അതൊരു കുതിര ആയതുകൊണ്ടാ. പശുവിനെയും കുതിരേനെയും തിരിച്ചറിയാത്ത കഴുത. ടിന്റുമോനാ കഴുത. എടി, എന്താടി നീ എന്നെ വിളിച്ചത്? ഒന്നുകൂടി വിളിക്കടി. ടിന്റുമോൻ കഴുത, ടിന്റുമോൻ കഴുത. അങ്ങനെയാണല്ലേ? എങ്കിൽ ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകൂല. ഇനി ഞാൻ ചേട്ടന് കഴുതാന്ന് വിളിക്കൂല. പ്ലീസ്, നല്ല ടിന്റുമോനല്ലേ? എന്നെ കൂടെ കടയിൽ കൊണ്ടുപോണേ. വേണമെങ്കിൽ എന്നെ കഴുതാന്ന് വിളിച്ചോ. എനിക്കറിയാം, അമ്മയോട് ചീത്ത കേക്കും. ഏയ്, അതല്ല. അച്ഛനോട് തല്ല് കിട്ടും. പിന്നെ തല്ലാനിങ് വരട്ടെ. അതൊന്നും അല്ലടി പെണ്ണെ പ്രശ്നം. പിന്നെ എന്താ എന്നെ കഴുതാന്ന് വിളിച്ച പ്രശ്നം? നിന്നെ കഴുതാന്ന് വിളിച്ചാലേ കഴുതകള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതുകൊണ്ടാ. അമ്മ, ഈ ചേട്ടൻ എന്നെ കണിയാക്കുന്നു. ഷോ, ഇവളിന്ന് എനിക്ക് തല്ല് വാങ്ങിത്തരും. ചിഞ്ചുമോളെ, ചേട്ടൻ വെറുതെ പറഞ്ഞതാ. എടി, പൂച്ചയ്ക്കും പട്ടിക്കും മാത്രമേ സംഘടനയുള്ളൂ, കഴുതകൾക്കില്ല. എന്നെ വിശ്വസിക്കൂ. ദേ, ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകാം. ഞാൻ കരഞ്ഞത് എന്തിനാന്നറിയാമോ? എന്തിനാ? കഴുതകള് കേസ് കൊടുത്താ ചേട്ടൻ ജയിലിൽ പോന്നത് ഓർത്തിട്ടാ. അധികം പതപ്പിക്കല്ലേ എന്റെ കുഞ്ഞു പെങ്ങളെ. ചിഞ്ചു, നിനക്ക് ഐസ് വാട്ടർ വേണോ സർബത്ത് വേണോ? എനിക്ക് ഐസ് വാട്ടർ മതി. ചേട്ടാ, ഒരു ഐസ് വാട്ടർ, ഒരു സർബത്ത്. ടിന്റുമോൻ എന്താ ഐസ് വാട്ടർ വേണ്ടാത്ത? ഓ, നമുക്ക് സർബത്ത് മതി. നീ ഐസ് വാട്ടർ കുടിച്ചോ, എനിക്കതാ സന്തോഷം. എന്തിനാടാ ആ കൊച്ചിനെ പറ്റിക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് പറ്റിക്കൽ ചേട്ടാ. ശരിയായ പറ്റിക്കല് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതെന്താടാ അങ്ങനെയൊരു പറ്റിക്കൽ? ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കയ്യിൽ കാശില്ല, പറ്റിച്ചേ പറ്റിച്ചേ. ഹൗ, അങ്ങനെ ഒരാളെ പറ്റിച്ചു. ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിയാ? ഓക്കെ, തുടങ്ങാം. നീ എന്തു പറഞ്ഞടി മൂദേവി? അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ചുരുട്ടി കൂട്ടിക്കളയും ഞാൻ. അടങ്ങിയിരുന്നോളണം. പിന്നെ ഈ വീട്ടിൽ ആര് പറയുന്ന നടക്കാന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഒരു ഉപകാരമില്ലാത്ത സാധനം. നീയാ ഉപകാരമില്ലാത്ത സാധനം. എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? എടാ, വഴക്കുണ്ടാക്കാതെ കളിക്കടാ. അയ്യോ, വഴക്കുണ്ടാക്കിയതല്ല, ഞങ്ങളെ അച്ഛനും അമ്മയും കളിച്ചതാ. എടാ ജിൻജു, നീ ആ തീപ്പെട്ടി ഒന്നെടുത്തേ. ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് കത്തിക്കണം. വേഗം വേഗം. ഇവനോടൊരു കാര്യം പറഞ്ഞിട്ട്. എടാ ജിൻജു, നീ ഇതെവിടെയാ? ഒരു തീപ്പെട്ടി കൊണ്ടുവാടാ. ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് നേരം എത്രയായി? ഈ കണക്കിന് ഒരു തീവണ്ടി ചോദിച്ചിരുന്നേ. ഇതിലും പെട്ടെന്ന് കൊണ്ടുവന്നേനെ. തീവണ്ടിയാണെങ്കി ഓടിച്ചു കൊണ്ടുവരാലോ. ഇത് ഞാൻ നടന്നെത്തണ്ടേ? ഇതൊന്നും കത്തുന്നില്ലല്ലോ. എവിടുന്ന് കിട്ടിയടാ ഈ തീപ്പെട്ടി? അങ്ങനെ കത്താതിരിക്കാൻ വഴിയില്ലല്ലോ അച്ഛാ. എല്ലാ കൊള്ളിയും ഞാൻ ചെക്ക് ചെയ്തതാണല്ലോ. എല്ലാം കത്തുന്നുണ്ടായിരുന്നു. എടാ മണ്ടാ, ഒരിക്കൽ കത്തിച്ചാ പിന്നെ അത് വീണ്ടും കത്തിക്കാൻ പറ്റില്ലാന്നറിയില്ലേ? അപ്പച്ച ഒരിക്കൽ കത്തിച്ച സിഗരറ്റ് ലൈറ്റർ കൊണ്ട് വീണ്ടും വീണ്ടും സിഗരറ്റ് കത്തിക്കാറില്ലേ?
അച്ഛാ, എനിക്കൊരു സംശയം. ചോദിക്കേ. ഈ പ്രായം കൂടുമ്പോ കേൾവി ശക്തി കുറയോ അച്ഛാ? ചിലർക്ക് കുറയും. എന്താ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. ഞാനൊരു പുതിയ സൈക്കിള് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് 3 മാസായി. അച്ഛനത് കേട്ട ഭാവല്ല, അതുകൊണ്ട് ചോദിച്ചതാ. തൽക്കാലം എന്റെ പൊന്നുമോനി പഴയ സൈക്കിളിൽ തന്നെ പോയാ മതി. സമയമാകുമ്പോ പുതിയത് മേടിച്ചു തരാട്ടാ. മതി, തിരക്കില്ല. എനിക്ക് സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അച്ഛന്റെ കാര്യം അങ്ങനെയല്ലല്ലോ, പ്രായമായി വരികയല്ലേ. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പോയെ ഇവനോടൊക്കെ സംസാരിച്ച മനുഷ്യന് വട്ടാകും. നിനക്ക് ട്യൂഷന് പോണ്ടേ? പോവാൻ നോക്ക്. എടാ ടിൻറ്റു, അങ്ങനെ നീ ആ ഡുണ്ടുമോളെ വളച്ചു അല്ലേ? ആര് പറഞ്ഞു? ഒന്നും പറയണ്ട. നീ ഇന്നലെ അവൾക്ക് നിന്റെ മൊബൈൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു. എടാ മണ്ട, അത് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തതല്ല. ഇക്കഴിഞ്ഞ ഓൾ ഇന്ത്യ ഇംഗ്ലീഷ് ടെസ്റ്റിൽ എനിക്ക് കിട്ടിയ റാങ്ക് പറഞ്ഞതാ. മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ എൻ്റെ ഫോണൊന്ന് റീചാർജ് ചെയ്തിട്ട് വരാം. ചേട്ടാ, ഫോണൊന്ന് റീചാർജ് ചെയ്യണം. എത്ര രൂപയ്ക്കാ? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താ എത്ര രൂപ കിട്ടും? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താ 7 രൂപ കിട്ടും. 10 രൂപ. ബാക്കി 3 രൂപയ്ക്ക് മിഠായി എടുത്തോ. അയ്യോ, ഇതെന്ത് തമാശ! എനിക്ക് വയ്യ, ചിരിച്ച് ഞാനിപ്പോ ചാവും. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ. എനിക്ക് വയ്യ. അത്രയ്ക്കായോ? ടിൻഡുവിന്റെ ചായ കുടിക്കാൻ മാത്രം ധൈര്യമുള്ള പല്ലിയോ? എന്നാൽ അതൊന്നും അറിയണല്ലോ. തുപ്പടാ. എടാ തുപ്പാൻ. കുടിച്ച ചായ മര്യാദക്ക് തുപ്പാനാ പറഞ്ഞത്. തുപ്പ്. വേണ്ട, ടിൻഡുവിനോട് കളിക്കല്ലേ. എന്താ മോനെ പ്രശ്നം? അച്ഛാ, ഈ പല്ലി എന്റെ ചായ കുടിച്ചു. പല്ലി ചായ കുടിക്കേ? എടാ, അത് പല്ലി ചായയിൽ വീണതാ. അതിനി കുടിക്കണ്ട, കളഞ്ഞേക്ക്. അപ്പൊ ഈ പല്ലി ഞാൻ വെറുതെ വിടണമെന്നാണോ അച്ഛൻ പറയുന്നത്? പോടാ, പോയി ജീവിക്ക്. ഈ ടിൻഡുവിനെ ഉപദ്രവിച്ചിട്ട് കൊല്ലാതെ വിടുന്ന ആദ്യത്തെ ജീവിയായിരിക്കും നീ. എന്നിട്ട് ഇന്നലെ രാത്രി നിന്റെ ചോര കുടിച്ച കൊതുകിനെ നീ വെറുതെ വിടുന്നത് ഞാൻ കണ്ടല്ലോ. അത് പിന്നെ എനിക്ക് കൊല്ലാൻ മനസ്സ് വന്നില്ല അച്ഛാ. ഒന്നില്ലേലും അവനെന്റെ ചോരയല്ലേ. നിന്റെ ചോര നിന്ന് പ്രസംഗിക്കാതെ പോയിരുന്നു പഠിക്കാൻ നോക്കടാ. പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അച്ഛാ, എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി തരുമോ? മൊട്ടേന്ന് വിരിയാത്ത നിനക്കിനി മൊബൈൽ ഫോണ്. പോയെ. എന്നാ പിന്നെ അച്ഛൻ മുട്ടേന്ന് വിരിഞ്ഞ ഏതെങ്കിലും ഒരു കോഴിക്കുഞ്ഞിന് മേടിച്ചു കൊടുക്ക്. എന്താച്ചാ, പ്ലീസ് അച്ഛാ, ഏതെങ്കിലും ഒരു ഫോൺ മേടിച്ചു തന്നാ മതി അച്ഛാ. ശരി, നമുക്കിന്ന് പോയി വാങ്ങാം. താങ്ക് യു അച്ഛാ, താങ്ക് യു. അതെ, ഒരു മൊബൈൽ ഫോൺ വേണം. നോക്കിയാ മതിയോ? നോക്കിയാലൊന്നും പോരാ മോനെ, വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം. ഇവൻ ഏതാ മോനെന്ന് നിങ്ങൾക്കറിയില്ല. അതല്ല ചേട്ടാ, നോക്കിയ ഫോൺ മതിയോന്നാ ചോദിച്ചത്. ഇയാളിത് എവിടെ നിന്ന് വരുന്നു? നോക്കിയാ മാത്രല്ല, കണ്ടാലും ഫോൺ പോലെ തന്നെ ഇരിക്കണം. ഇതാ, ഈ ഫോൺ എടുത്തോ, നല്ല ബെസ്റ്റ് ഫോണാ. ഓക്കെ, ശരി. ദാ ഫോണ്. വെറുതെ വിളിച്ച് കാശ് കളയരുതേ. എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മിസ് ഇട്ടാ മതി കേട്ടോ. ശരി അച്ഛാ. എന്നാ മോൻ വീട്ടിൽ പോയിക്കോ. അച്ഛൻ ടൗണിൽ പോയിട്ടേ വരുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞേക്കണേ. ശരി അച്ഛാ. ചേട്ടാ, ഞാൻ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ വരുമായിരിക്കും. അയ്യോ, ഫയർഫോഴ്സുകാർ ഇതുവരെ വന്നില്ലേ? ആ കുട്ടിയാ വിവരം അറിയിച്ചെന്ന് പറഞ്ഞത്. ഒന്ന് ചോദിച്ചേ. മോനെ, ഇവിടെ തീ പിടിച്ച കാര്യം നീ ഫയർഫോഴ്സിനെ വിളിച്ച് അറിയിച്ചതല്ലേ? ഞാൻ നേരത്തെ തന്നെ മിസ് കോൾ ഇട്ടതാ. മിസ് കോളോ? അതെ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്തേലും. തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. ചക്ക വീഴാഞ്ഞത് ഭാഗ്യം. തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. മോനെ, നിനക്ക് എന്തു പറ്റി? അച്ഛാ, ഞാൻ പഠിക്കാച്ചാ. നീ ഇത്ര പെട്ടെന്ന് നന്നായോ? നീ ശരിക്കും പഠിക്കുക തന്നെയല്ലേ? അതെച്ചാ, ഞാനിപ്പോ ശരിക്കും നന്നായി. ഇന്നലെ സുരേഷ് എന്നെ തെറി വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊരക്ഷരം പോലും മിണ്ടിയില്ല. ഇനി എന്തേലും പറഞ്ഞാ അടിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. മിടുക്കൻ. എന്റെ പൊന്നുമോൻ തിരിച്ചു തല്ലാനൊന്നും പോണ്ട.
മാഷിനോട് പറഞ്ഞാ മതി കേട്ടോ. ആ മാഷ് തന്നെ ഈ സുരേഷ്. അച്ഛാ, എനിക്കൊരു 100 രൂപ വേണം, ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനാ. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ബുക്ക് വാങ്ങാനെന്ന് പറഞ്ഞ് ഒരു 150 രൂപ എൻ്റെ അടുത്ത് വാങ്ങിയത്? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റില് ഒരു സബ്ജക്റ്റില് പാസ്സായില്ലേ, ആ സന്തോഷത്തിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊരു ട്രീറ്റ് കൊടുത്തു. അല്ല, ഇന്നലെ ആയിരുന്നില്ലേ നിന്റെ ഓണപ്പരീക്ഷയുടെ റിസൾട്ട് അറിയേണ്ടത്? എന്നിട്ട് എന്തായി? എത്ര മാർക്കുണ്ട്? ആ, അച്ഛനൊരു തമാശ ആക്കണോ? അച്ഛന്റെ ആ കൂട്ടുകാരനില്ലേ, മറ്റേ ഡോക്ടർ, അയാളുടെ മോൻ തോറ്റു. ഡോക്ടറുടെ മോന്റെ കാര്യമല്ല ചോദിച്ചത്, നിന്റെ കാര്യമാ ചോദിച്ചത്. പിന്നെ അച്ഛാ, ആ മുന്നില്ലേ ആ വക്കീലിന്റെ മോൻ. ഏത് വക്കീല്? അച്ഛാ, ആ ആരീസ് വക്കീലിന്റെ മോൻ. അവന് 8 നില പൊട്ടി. വക്കീലിന്റെയും ഡോക്ടറുടെയും മക്കളുടെ കാര്യമല്ല ചോദിച്ചത്, നീ നിന്റെ മാർക്ക് പറ, അതെന്തായി? വക്കീലിന്റെയും ഡോക്ടറുടെയും കുട്ടികൾ വരെ തോറ്റു, പിന്നെ ഞാൻ മാത്രം പാസ്സാവാൻ അച്ഛനെന്താ അമേരിക്കൻ പ്രസിഡന്റാ? കാണട്ടെ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ചുരുക്കി പറഞ്ഞ എല്ലാത്തിനും ചുവപ്പ് വരെ ആയിരിക്കും അല്ലേ? എല്ലാത്തിനും ചുവപ്പ് വരെ ഒന്നുമില്ല, ഒന്നിന് മാത്രം. ഒരൊറ്റ വിഷയത്തിനെ ചുവപ്പ് വരെയുള്ളൂ? മിടുക്കൻ. അതല്ല, ഒന്നിന് മാത്രം ചുവപ്പ് വരെ കിട്ടിയില്ല എന്ന് പറയായിരുന്നു. അതേത് വിഷയത്തിനാ? ഇംഗ്ലീഷിനാണോ? അല്ല. പിന്നെ മലയാളം? അല്ലേ അല്ല. ഓ, എന്നാ പിന്നെ ഹിന്ദി ആയിരിക്കും. ഹിന്ദിയുമല്ല. പിന്നെ ഏതിനാടാ? ടോട്ടലിന് മാത്രം ചുവപ്പ് വരെയില്ല. 5 സബ്ജക്റ്റിനും കൂടി 45 മാർക്ക്. നാണമില്ലേ? ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടുന്ന ആലോചിച്ചിട്ട് തന്നെ എനിക്ക് നാണമാകുന്നു. അച്ഛന് വിഷമമുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒപ്പം ഞാൻ ഇട്ടോളാ, എനിക്കങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. അയ്യോ വേണ്ട, അച്ഛൻ്റെ പൊന്നുമോൻ അത്രയ്ക്കങ്ങ് കടന്ന് ചിന്തിക്കണ്ട. ഇവിടെ കാട്, ഞാൻ ഒപ്പിട്ട് തരാം. അത് പിന്നെ അതിപ്പം കയ്യിലില്ല, നാളെ തരാം. പ്രോഗ്രസ് കാർഡ് കയ്യിലില്ലെന്നോ? കാർഡ് പിന്നെ എവിടെ പോടാ? ആ പ്രോഗ്രസ് കാർഡ് ഞാൻ ചിഞ്ചുവിന് കൊടുത്തതാ. അത് കാട്ടി അവന് അവന്റെ അച്ഛനെ പേടിപ്പിക്കാനാണ് പോലും. ഹലോ, ഗുണ്ടബിനു സ്പീക്കിംഗ്. കൈവെട്ട് കാൽവെട്ട് എല്ലൊടിക്കൽ ഏത് വേണമെങ്കിലും പറഞ്ഞോ. അതെ, 2 കാലൊടിക്കുന്ന കൊട്ടേഷന് ഒരു കൈ ഫ്രീ ആയി ഒഴിച്ചു കൊടുക്കും. തട്ടിക്കൊണ്ടുപോയി പെരുമാറുന്നതിന് 999 ഓൺലി. ഗുണ്ടബിനുവാ പറയുന്നത്, ഗുണ്ടബിനു. 10 ആള് വന്നാ പുല്ല. ഗുണ്ടബിനുവിന് പുല്ല്. സോറി ഡാർലിംഗ്. എടി ഭാര്യയെ, ഞാൻ ആളറിയാതെ ഇനി എന്തോന്ന് കാര്യം? കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് വീടും മുറ്റവും അടിച്ചുവാരി പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ച് ചോറും കൂട്ടാനുണ്ടാക്കി തുണിയും കഴുകി നിലവും തുടച്ച് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ജോലിക്ക് ഇറങ്ങിയത്? അത് ശരി. വിളിച്ചുണർത്തി കാപ്പി തരാതെ പോയതിനാണോ? എന്റെ കൂടെയുള്ള പൊറുതി മതിയാക്കിയാണെന്നോ? ഹലോ 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 കട്ടായി. BP കൂടുതലാണല്ലേ? എടാ, ഇങ്ങനെയുള്ള വർത്താനം കേട്ടാ പിന്നെ BP കൂടാതെ എന്ത് ചെയ്യും? ആ BP അല്ല, ഇത് BP. ഭാര്യയെ പേടി, അത് കൂടുതലാണല്ലേ? ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലോ തട്ടിക്കളയാൻ ഞാൻ. ഒന്ന് ചുമ്മാ ഇരി ചേട്ടാ, ഒരു തട്ടുകാരൻ വന്നിരിക്കുന്നു. ആട്ടെ, ഭാര്യ ആരുടെ കൂടെയാ ഓടിപ്പോയത്? അറിയില്ലടാ, ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പേടിക്കാതെ, ആളെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചുതരാം. ഹലോ, ഭ്രാന്താസ്പത്രിയാണോ? അതെ, ഇന്ന് രാവിലെ ആരെങ്കിലും അവിടുന്ന് ചാടിപ്പോയിട്ടുണ്ടോ? ഓക്കെ, ശരി. എടാ, എന്റെ ഭാര്യ ഒളിച്ചോടിയതിന് നീ എന്തിനാണ് ഭ്രാന്താശുപത്രിയിൽ വിളിച്ച കാര്യം തിരക്കിയത്? എന്റെ ചേട്ടന്റെ ഭാര്യയെ കൊണ്ട് സ്വബോധമുള്ള ആരെങ്കിലും ഒടിച്ചോടുവോ? നീ പറഞ്ഞതൊരു വാസ്തവമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ അങ്ങ് തട്ടിക്കളഞ്ഞേനെ. ഈ ഗുണ്ടബിനി ഒരു പേടിത്തൊണ്ടനാണെന്നാ നാട്ടാര് പറയുന്നേ, അത് നേരാണോ ചേട്ടാ? എടാ, എന്റെ പ്രവർത്തന മേഖലയുടെ ഉള്ളറകൾ അവരുടെ ചേട്ടോ മലയാളത്തിൽ പറഞ്ഞാ മതി. എടാ, കഴിഞ്ഞ ആഴ്ച തട്ടിയത് 7 എണ്ണത്തിനെ, അതും ഒറ്റ കൊട്ടേഷനില്. അതൊന്നും ഈ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അവർക്ക് എന്നെ ഒരു പേടിയില്ലാത്തത്. ഈ പുളുവടി കുണ്ടേ കൊണ്ട് ഞാൻ തോറ്റ എന്റെ ദൈവമേ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് 7 എണ്ണത്തിന് 140 ഉലുവ. ഈ പട്ടിപിടുത്തം താൻ ഇനിയും നിർത്തിയില്ലടേ.
നീ ഇതാരോടും പറയരുത്. മാനം പോയിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. ആ, ഇല്ലാത്ത മാനം ഞാനായിട്ട് കൂക്കുന്നില്ല. അല്ല, ചേട്ടന്റെ വീട്ടിൽ 3 പട്ടിക്കുട്ടികളുണ്ടെന്ന് കേട്ടു. അതെ, 3 ഉണ്ട്. അൽസേഷനാ? ചേട്ടൻ എത്ര കുട്ടികളുണ്ട്? എനിക്കും 3 കുട്ടികൾ. 3 6 കുട്ടികൾ. ചേട്ടൻ അൽസേഷനാണോ? വേണ്ട വേണ്ട, ഡാ ടിൻഡുമോനെ, നീ എല്ലാവരെയും നാക്കുകൊണ്ട് ചൊറിയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് കളി വേണ്ട. അൽസേഷനായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉശിരി കണ്ടേനെ. ടാടാ, നീ എന്താടാ പറഞ്ഞത്? ഞാൻ ആരാണെന്നാടാ നീ കരുതിയത്? നാട് വിറപ്പിക്കുന്ന ഈ ഗുണ്ടബിനുവിനെയാണോടാ നിന്നെ പോലെ ഒരു പീക്കിരി പയ്യൻ വന്ന് ഞോണ്ടുന്നത്? ഞാൻ ഈ കയ്യൊന്ന് നിവർത്തിയാലുണ്ടല്ലോ, നീ ഇവിടുന്ന് പറക്കും. നീല്ലെന്തോടാതെ പറക്കും. ദേ, ഒളിച്ചോടി പോയ ചേട്ടന്റെ ഭാര്യയായിരുന്നു. അയ്യോ, ഇത്രേ ഉള്ളു കാര്യം. ബിപി കൂടിയ ഏത് ഗുണ്ടയും പറക്കും. ദൈവമേ, ഗുണ്ടബിനുവിന്റെ ഭാര്യയോടൊപ്പം ഒളിച്ചോടിയവൻ എവിടെ ആയാലും ജീവിച്ചിരുന്നാ മതിയായിരുന്നു. അമ്മേ, ദിവസവും 5 ആപ്പിൾ കഴിച്ചാ തടിക്കോ? ഇല്ല. ഹാവൂ, എങ്കിലിനി എല്ലാ ദിവസവും 5 ആപ്പിൾ വീതം കഴിക്കണം. മിണ്ടാതെ നിൽക്കടാ. നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങാനല്ല ഇപ്പൊ വന്നത്. അച്ഛന് സുഖമില്ലാത്തതല്ലേ, അദ്ദേഹത്തിനാ ഫ്രൂട്ട്സ്. സുഖമില്ലാത്തവർക്ക് മരുന്നും ഗുളികയും പോരെ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ശീലങ്ങള്. അതെ, 1 കിലോ മുന്തിരി വേണം. നല്ലതാണല്ലോ. നല്ലതാണ് ചേച്ചി. വിഷം തളിച്ചതൊന്നും അല്ലല്ലോ, എന്റെ ഭർത്താവിന് കൊടുക്കാനാ. അയ്യോ, ഈ മുന്തിരിയിൽ വിഷം തളിച്ചിട്ടില്ല. ഇത് ശുദ്ധമായ മുന്തിരിയാ. മുന്തിരിയുടെ തൊലി കഴിക്കാൻ കൊള്ളുവോ? പിന്നില്ലാതെ. മോനെ, ഫ്രൂട്ട്സിന്റെ തൊലികളിലാണ് വിറ്റമിൻസ് കൂടുതലുള്ളത്. മോന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ചക്ക. ചക്കയോ? അത് എന്നെ ചക്കത്തോലി തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ, ദ്രോഹി. ചേച്ചി, വേറെ ഒന്നും വേണ്ടല്ലോ. ദാ മുന്തിരി. അമ്മേ, ദാ ആ വരുന്ന ആളെ അറിയാമോ? എനിക്ക് മനസ്സിലായില്ല. ആരാ? എനിക്കും മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. വേണമെങ്കിൽ നമുക്ക് അയാളോട് ചോദിച്ചു നോക്കാം. അപ്പൊ അറിയാലോ ആളാരാണെന്ന്. ദേ, മിണ്ടാതെ എന്റെ കൂടെ നടന്നോണം. പരിചയമില്ലാത്തവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേട്ടാ, ഒന്ന് നിന്നേ. ചേട്ടനെ എനിക്കും അമ്മയ്ക്കും മനസ്സിലായില്ല. ചേട്ടൻ ആരായെന്ന് ചേട്ടനോട് ചോദിക്കുന്നത് മോശമാണ് താനും. അതുകൊണ്ട് ചേട്ടൻ ആരാണെന്ന് ചേട്ടനോട് ചോദിക്കുന്നില്ല. ഇനി ചേട്ടൻ പോയിക്കോ. ക്ഷമിക്കണം, ഇവൻ ഇങ്ങനെയാ. ഒന്ന് വാടാ ഇവിടെ. എടാ, നിനക്ക് നല്ലവണ്ണം നടന്നൂടെ? ഞാൻ പിന്നെ വളഞ്ഞാണോ നടക്കുന്നത്? ദേ, നമ്മുടെ ബൈജു ചേട്ടൻ വരുന്നു. ചേച്ചി എവിടുന്നാ? കുറെ നാളായല്ലോ കണ്ടിട്ട്. കണ്ടിട്ട് കുറെ നാളായി. പക്ഷേ വാർത്തകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. എന്ത് വാർത്ത? അവൻ പറഞ്ഞത് നേരാ. നീ അമ്മായിയമ്മയെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞെന്ന് കേട്ടു. മോശമല്ലേ ബൈജു? ആലോചിക്കാതെയാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാവും എടുത്തു പുറത്തേക്ക് എറിഞ്ഞത്. അത് ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? അമ്മായിയമ്മയെ ജനലിലൂടെ പുറത്തെറിയുന്നതാണോ അബദ്ധം? സോറി ടിൻഡുമോനെ. എന്ത് സോറി? താഴെ കൂടെ പോകുന്ന ആരുടെയെങ്കിലും തലയിലാണ് വീണതെങ്കിലോ? റോഡിൽ ആരുമില്ലാഞ്ഞത് ഭാഗ്യം. എന്താ മോനെ കരയുന്നത്? എന്നെ ടീച്ചർ തല്ലി. ഓ, ഇങ്ങനെ കരയുന്നത് കണ്ടാ തോന്നും നിനക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ല ആദ്യമായിട്ടാ കിട്ടുന്നതെന്ന്. ഇന്ന് ടീച്ചർ എന്നെ കൊറേ തല്ലി. ഓ, നിന്റെ ഒടുക്കത്തെ കുരുത്തക്കേടല്ലേ? അപ്പൊ തല്ലു കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും. ഷോ, നീ അവന് വെറുതെ വഴക്ക് പറയാതെ. അവൻ അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കില്ല. അവൻ കൊച്ചുകുട്ടിയല്ലേ. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. എന്നിട്ടും ആ ബിന്ദു ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ജന്തു. എത്ര തല്ല് കിട്ടി? അത് കൃത്യമായി അറിയില്ല. അറിയില്ലെന്നോ? അതെന്താടാ, നിനക്ക് എണ്ണാൻ അറിയില്ലേ? എണ്ണ അറിയാത്തോണ്ടാ എനിക്ക് തല്ല് കിട്ടിയത്. അത് കഴിഞ്ഞ് ഉഷ ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞു കാണും. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല അച്ഛാ. എന്നിട്ടും ആ ഉഷ ടീച്ചർ എന്നെ തല്ലി. ഒന്നും മിണ്ടാതിരുന്നിട്ടും തല്ലുകയോ? എന്നാൽ അതൊന്നും ചോദിക്കണമല്ലോ. അച്ഛൻ ചോദിക്കാനൊന്നും പോണ്ട. ടീച്ചർ ഇതുപോലെ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാ എനിക്ക് തല്ല് കിട്ടിയത്. ശരി ശരി, ഇനി ഇതൊന്നും ആവർത്തിക്കരുത്. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. നിങ്ങളാണ് ഇവനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. അതൊന്നുമില്ല. അവൻ നല്ല കുട്ടിയാ, അല്ലേടാ കുട്ടാ? ചേട്ടാ, ആകെ പ്രശ്നമായി. എന്താ ബാബു കാര്യം? അയ്യോ ചേട്ടാ, നമ്മുടെ ടിൻഡുമോൻ ഇല്ലേ,
അവൻ എറിഞ്ഞ ഒരു കല്ല് അപ്പുറത്തെ വീട്ടിലെ ചിഞ്ചുവിന്റെ തലയ്ക്ക് കൊണ്ടു. ചിഞ്ചുവിനെ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് വരുന്ന വഴിയാ. കേട്ടില്ലേ നിങ്ങളുടെ പുന്നാര മോന്റെ സൽപ്രവൃത്തി? അതവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. ടിൻഡോ ഒന്നിങ്ങ് വന്നേ. നീ ആ ചിഞ്ചുവിന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞോ? ഇല്ല അച്ഛാ, ഞാൻ സത്യമായിട്ടും എറിഞ്ഞില്ല. പിന്നെ ബാബുവേട്ടൻ പറഞ്ഞല്ലോ നീ ചിഞ്ചുവിനെ കല്ലെറിയുന്നത് കണ്ടെന്ന്. അയ്യോ അച്ഛാ, ഞാൻ സത്യമായിട്ടും ചിഞ്ചുവിനെ എറിഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ അവൻ വല്ല മാങ്ങയ്ക്ക് മുറിഞ്ഞതായിരിക്കും. മാങ്ങയ്ക്കൊന്നുമല്ല, ഞാൻ എന്റെ ക്ലാസ് ടീച്ചറുടെ തലയ്ക്ക് ഉന്നം വെച്ച് എറിഞ്ഞതാ. അത് മാറിക്കൊണ്ടതാ. ഇന്ന് ചിഞ്ചുവിന്റെ ബർത്ത്ഡേ ആണ്. ദൈവം നമ്മുടെ ചിഞ്ചുവിന് പല നല്ല ഗുണങ്ങളും കൊടുത്തിട്ടുണ്ട്. ചിഞ്ചു നല്ല സ്മാർട്ടാണ്, ചിഞ്ചുവിന് നല്ല ബുദ്ധിയുണ്ട്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. അങ്ങനെ കുറേ നല്ല ഗുണങ്ങളുള്ള ഒരു പയ്യനാണ് ചിഞ്ചു. ചിഞ്ചുവിന് ക്ലാസ്സിലെ എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും പിറന്നാൾ ആശംസകൾ നേരുന്നു. കഴിഞ്ഞ ആഴ്ച എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആരും എന്നെ ഇതുപോലെ പൊക്കി പറഞ്ഞില്ല. സൈലൻസ്, സൈലൻസ്. എല്ലാവരും ശ്രദ്ധിക്കൂ. ഈ ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വരണം. ഞാൻ വരില്ല. സൺഡേ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ലെന്ന അമ്മയുടെ ഓർഡർ. ഞാൻ പറഞ്ഞാ നിന്റെ അമ്മ വിടില്ലേ? ഏത് കഴുതാന്ന് വിളിച്ചാലും വീടിന്റെ പുറത്തിറങ്ങരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ക്ലാസ്സിനും വരണ്ട. വെറുതെ അല്ല നീ ഇങ്ങനെ എല്ലാ പരീക്ഷകളും തോൽക്കുന്നത്. സ്പെഷ്യൽ ക്ലാസ്സിന് വരാത്തത് കൊണ്ടാണ് ഞാൻ തോൽക്കുന്നത് എന്ന് മാത്രം പറയരുത്. ഞാൻ പരീക്ഷയിൽ സ്ഥിരമായി തോൽക്കാൻ കാരണം എനിക്ക് പഠിക്കാൻ ടൈം കിട്ടാത്തത് കൊണ്ടാ. ടൈമില്ലെന്നോ? ഒരു വർഷം 365 ദിവസമില്ലേ? അതൊന്നും പോരെ നിനക്ക് പഠിക്കാൻ? ഓക്കെ, ഞാൻ പറയാം. അതായത് ഒരു വർഷം 365 ഡേയ്സ്. അതിൽ 52 സൺഡേസ്, ബാലൻസ് 330 ഡേയ്സ്. 50 ഡേയ്സ് ആർ സമ്മർ ഹോളിഡേയ്സ്. ഓക്കെ, അതിന് ഭയങ്കര ഹോട്ട്, സോ പഠിക്കാൻ ബുദ്ധിമുട്ടാ. ബാലൻസ് 263 ഡേയ്സ്, 8 hours ഡെയിലി ഫോർ സ്ലീപ്പിംഗ്. അപ്പോ 122 ഡേയ്സ് പോയി. ബാലൻസ് 126 ഡേയ്സ്. അതിൽ 40 ഡേയ്സ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ്. ബാലൻസ് 86 ഡേയ്സ്, 2 hours ഡെയിലി ഫോർ ഫുഡ്. ഒരു കൊല്ലത്തിൽ 30 ഡേയ്സ് അതിന് വേണം. ദിവസം 1 മണിക്കൂർ വർത്തമാനം പറയാൻ വേണ്ടേ? കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമൽ ആണല്ലോ. ആ കണക്കിൽ 15 ഡേയ്സ് പോയി. ബാലൻസ് 41 ഡേയ്സ്. എക്സാം ഏതാണ്ട് 30 ഡേയ്സ് വരും. ബാക്കി 11 ഡേയ്സ്. വല്ല അസുഖവും വന്ന 4 ഡേയ്സ് പോയില്ലേ? ഫാമിലി ഫംഗ്ഷൻ അറ്റ്ലീസ്റ്റ് 6 ഡേയ്സ്. ഒരു കൊല്ലത്തിൽ നമ്മുടെ എല്ലാ അത്യാവശ്യങ്ങളും കഴിഞ്ഞാ പിന്നെ ബാക്കി ഒരു ദിവസം അതെന്റെ ബർത്ത്ഡേ. അതാഘോഷിക്കണ്ടേ? ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അമ്മ പുത്ലിബായ്. അല്ല, നീ ആളങ്ങ് നന്നായി പോയല്ലോടാ. ഗാന്ധിജിയെ കുറിച്ചൊക്കെ ധാരാളം വായിച്ചു പഠിക്കുന്നുണ്ടല്ലോ. ഒക്ടോബർ ഗാന്ധി ജനിച്ച മാസമായതുകൊണ്ടാവും. അടുത്ത ആഴ്ച ഒരു ക്വിസ് മത്സരം നടത്തുന്നുണ്ടെന്ന് അജീഷ് മാഷ് പറഞ്ഞു. ഗാന്ധിജിയെ കുറിച്ചുള്ള 100 ചോദ്യങ്ങളുണ്ടാവും. നന്നായി പഠിച്ചോ. നിനക്ക് സമ്മാനം കിട്ടൂടാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണേ. അപ്പൊ എനിക്ക് സമ്മാനം കിട്ടണമെന്ന് അച്ഛന് ആഗ്രഹമില്ലേ? ഓ, അപ്പോഴേക്കും അവൻ തുടങ്ങി. ആട്ടെ, എന്താ സമ്മാനം? അപ്പേട്ടന്റെ ചായക്കട സ്പോൺസർ ചെയ്യുന്ന 10 മടക്കുള്ള 2 ചട്ടിപ്പത്തിരി. തീറ്റ മത്സരമാണോടാ നടത്തുന്നത്? ഏതായാലും നന്നായി. ഗാന്ധിജിയെ പോലുള്ള മഹാന്മാരെ കുറിച്ച് പഠിക്കാനും അവരുടെ പാത പിന്തുടരാനും ഇതുപോലുള്ള പരിപാടികൾ ഉപകരിക്കും. പാത പിന്തുടരുക എന്ന് പറഞ്ഞ എന്താ അച്ഛാ? അവര് നടന്നുപോയ വഴിയിലൂടെ ചുമ്മാ നടക്കുന്നതാ? ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് അതാണ്. പക്ഷേ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ ത്യാഗോജ്വലമായ ജീവിതം മാതൃകയാക്കുക എന്നതാണ് പാത പിന്തുടരുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതെങ്ങനെ സാധിക്കും? പരിശ്രമിച്ചാൽ സാധിക്കും. നിങ്ങളൊക്കെ ഇപ്പോ സിനിമാ താരങ്ങളെ അനുകരിച്ചല്ലേ ജീവിക്കുന്നത്? അത് ശരിയല്ല. അച്ഛൻ ഗാന്ധിജിയെ മാതൃകയാക്കിയോ? പിന്നല്ലാതെ. ഞാൻ ഊണിലും ഉറക്കിലും ഗാന്ധിജിയെ പിന്തുടരുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ആവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛന്റെ തലയിൽ മുടിയുണ്ടല്ലോ. ഓ, ഇവന്റെ ഒരു കാര്യം.
അധ്വാനിക്കാതെ ലഭിക്കുന്ന ഭക്ഷണം മോഷ്ടിക്കുന്നതിന് തുല്യമാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ വന്നപ്പോ അച്ഛൻ ഉറങ്ങായിരുന്നല്ലോ. പഠിക്കടാ, ഇരുന്ന് പഠിക്കടാ. എന്നിട്ട് അദ്ദേഹത്തെ മാതൃകയാക്കാൻ നോക്ക്. ഇപ്പൊ പറ്റില്ല അച്ഛാ. അങ്ങനെ പറയാൻ തന്നെ പാടില്ല മോനെ. ഇപ്പൊ എനിക്ക് 10 വയസ്സ്. 3 വർഷം കഴിഞ്ഞാ 13 വയസ്സാകും. ഗാന്ധിജി 13-ാം വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചു. 13-ാം വയസ്സിൽ വിവാഹം കഴിച്ചു. ഇത് വലിയ കഷ്ടം തന്നെ അച്ഛ. ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് പോലും എന്നെ കളിക്കാൻ വിടാതെ. എന്റെ വിഷമം ഈ ജന്മം തീരൂല. എടാ, മുതിർന്നു കഴിയുമ്പോ വിഷമം തോന്നാതിരിക്കാനാ ഇപ്പൊ ഇരുന്ന് പഠിക്കാൻ പറയുന്നത്. അല്ലെങ്കിലും പഠിക്കുക എന്നത് ഒരു വിഷമമാണോടാ? എന്റെ വിഷമം ഇങ്ങനെ ഒരു അച്ഛനുണ്ടായി പോയതില്ല. മോനെ ടിൻഡുക്കുട്ട, അച്ഛൻ ഒരു 2 വരി ചൊല്ലാം. മോൻ അതിന്റെ അർത്ഥം പറയണം. വിളി കേട്ടപ്പോഴേ തോന്നി എന്തോ ഒരു പുലിവാലും കൊണ്ടുള്ള വരവാണെന്ന്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള വല്ലതുമാണെങ്കിൽ ചൊല്ലിയാൽ മതി. വെറുതെ മനുഷ്യന്റെ സമയം വേസ്റ്റ് ആകരുത്. നൃപനായി രാമൻ 2ആയി ചമഞ്ഞുകൊണ്ട്. അർത്ഥം പറയൂ. അച്ഛാ, ഒന്നുകൂടി ചൊല്ലൂ. നൃപനായി രാമൻ 2ആയി ചമഞ്ഞുകൊണ്ട്. ആവശ്യമില്ലാത്തൊരു നൃ. അച്ഛാ, ആ നൃ ഒഴിവാക്കി തന്നാൽ അർത്ഥം ഞാൻ പറയാം. അതെങ്ങനെ ശരിയാവും? അതേ ശരിയാവും. ശരി, നൃ ഒഴിവാക്കിയിരിക്കുന്നു. അർത്ഥം പറയൂ. പനായി രാമൻ 2 ആഴ്ച മഞ്ഞുകൊണ്ട്. ഇതാ അർത്ഥം കേട്ടോളൂ. പനായി രാമൻ 2 ആഴ്ച മഞ്ഞുകൊണ്ട്. ഇവൻ ഈ ജന്മം ശരിയാവുന്നു തോന്നുന്നില്ല ദൈവമേ. അച്ഛാ, ഞാനിന്ന് 2 ഈച്ചയെ കൊന്നു. ഒരാണും ഒരു പെണ്ണും. അതെങ്ങനെ? ഈച്ച ആണാണോ പെണ്ണാണോ എന്ന് നിനക്കെങ്ങനെ അറിയാം? അടുക്കളയിൽ നിന്ന് കൊന്നത് പെണ്ണ്. ശരി, അടുക്കളയിൽ പെണ്ണുങ്ങളാണല്ലോ ഉണ്ടാവാറ്. അല്ല, ഒരു സംശയം. ഇനി നീ അമ്മയെ തന്നെയാണോടാ തട്ടിയത്? ഒന്ന് പോ അച്ഛാ. ഇത്രയും തണ്ടും തടിയുള്ള അച്ഛന് കഴിയാത്തതാണോ എനിക്ക് കഴിയുന്നത്? നീ കാര്യം പറ. പെണ്ണീച്ചയെ അടുക്കളയിൽ നിന്ന്, ആണീച്ചയെ എവിടെന്നാ കൊന്നത്? വേലക്കാരിയുടെ മുറിന്ന്. അച്ഛൻ എന്തായാലും ഞെട്ടൽ. ഞെട്ടിയോ? ഞാനോ? ചുമ്മാ ഓരോ കള്ളവും പറഞ്ഞിരിക്കാതെ പഠിക്കാൻ നോക്കടാ. എന്താ അച്ഛനും മോനും കൂടെ കിന്നാരം പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണോ പഠിക്കുന്നത്? ഇവനാള് തീരെ ശരിയില്ല. നാവെടുത്ത കള്ളമേ പറയൂ. എടാ, നിന്റെ പ്രായത്തിൽ ഞാനൊന്നും കള്ളം പറഞ്ഞിരുന്നില്ല, അറിയാമോ? പിന്നെ ഏത് പ്രായത്തിലാ പറഞ്ഞു തുടങ്ങിയത്? എടാ, നീ ആ വേലായുധന്റെ മകന്റെ വയറ്റ് തരിച്ചോ? അയാള് പരാതി പറഞ്ഞല്ലോ. എടാ, എന്തിനാടാ ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത്? ആ നശിച്ചവൻ കാരണം പൊറുതി ഇല്ലല്ലോ ദൈവമേ. സത്യമായിട്ട് ഞാൻ പുറത്തടിക്കാനാ നോക്കിയത്. അവൻ തിരിഞ്ഞു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് ചീത്തപ്പേര് എനിക്കും. എടാ, നീ പഠിച്ച് വലുതായി ഉദ്യോഗമൊക്കെ സമ്പാദിച്ച് അച്ഛനെയും അമ്മയെയും നന്നായിട്ട് നോക്കേണ്ട ആളല്ലേ? എടാ, നീ എന്നെ കണ്ട് പഠിക്ക്. എന്താടാ ഇരിക്കുന്നത്? തമാശ കേട്ടാ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ചിരി ഞാൻ മാറ്റിത്തരാം. അടുത്ത ആഴ്ച മുതല് നിന്നെ ട്യൂഷന് ചേർക്കാൻ പോവുക. ഓ, അതുകൊണ്ടൊന്നൊരു പ്രയോജനമില്ല. അമ്മേ, അച്ഛൻ പണ്ട് ട്യൂഷന് പോയിരുന്നോ? പിന്നില്ലാതെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രയോജനമില്ല. ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ഒന്ന് പോയി നോക്കിയിട്ട് വാടാ. ആരാടാ? എന്താ കാര്യം? പുറത്തൊരു തടിയാൻ വന്ന് നിൽക്കുന്നു. അയാളോട് വാങ്ങിയ കാശ് ഇപ്പം തന്നെ കൊടുക്കാൻ. പേര് പറഞ്ഞോ? ഇല്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാശ് കൊടുക്കുന്നതാ നല്ലത്. ഹായ് ടിൻഡു, എന്താടാ മിണ്ടാച്ചത്? അച്ഛനോട് തല്ലിട്ടി വന്നിരിക്കുക? അതൊന്നുമല്ലടാ, ഞാൻ കടയിൽ പോയി വരിക. ഇപ്പൊ സംഗതി പിടിയിട്ടി. അച്ഛൻ തന്ന കാശ് കളഞ്ഞു പോയല്ലേ? പിന്നെ കാശ് കളഞ്ഞു പോകുന്നു. എടാ, സ്ഥിരായിട്ട് കടം മേടിക്കുന്നതല്ലേ, പിന്നെ എവിടുന്നാ കാശ്? അതൊന്നും അല്ലടാ കാര്യം. നീ ഇരുന്നേ, ഒരു കാര്യം പറയട്ടെ. ഇരുന്നോ? എന്താ കാര്യം? ദാ, നീ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. എന്താടാ കാര്യം? ഇതെന്താ? ഹാവൂ, രക്ഷപ്പെട്ടു. എന്നാലേ, ഈ താഴെ കിടക്കുന്ന പൊതിയ എലിവിഷം. ഏതാ എലിവിഷം എന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. എടാ ദുഷ്ടാ. താങ്ക്സ് എടാ ദീപു, താങ്ക്സ്. എന്താടാ ഒരു പേപ്പർ റോൾ? അത് വേറൊരു പുലിവാലി. ഞാനൊരു മാപ്പ് വാങ്ങിച്ചതാടാ, കേരളത്തിന്റെ മാപ്പ്. ടീച്ചർ പറഞ്ഞിട്ടാ? അല്ലല്ല, ഞാൻ തന്നെ വാങ്ങിച്ചതാ. അടുത്ത തവണ ടൂറ് പോവാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിയതാ. എന്നിട്ട് സ്ഥലം കണ്ടുപിടിച്ചോ? എന്ത് ചെയ്യാനാ ചങ്ങാതി, അതിലാകപ്പാടെ 14 ജില്ലയേ ഉള്ളൂ.
ആ ജില്ലകളിലൊക്കെ 2-3 തവണ കറങ്ങിയവനായി ഞാൻ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ടൂറ് പോവണ്ടെന്ന് വെക്കണം അല്ലേ? അയ്യടാ, അതൊന്നും നടക്കില്ല. ടൂർ എന്തായാലും പോവും. കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ആവും. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ അല്ലേ? അവിടെയൊക്കെ എന്റെ പട്ടി പോവും. എടാ ദീപു, ഞാൻ കേരളത്തിൽ തന്നെ ടൂറ് പോവും. അതെങ്ങനാടാ? ആകെ 14 ജില്ലയല്ലേ ഉള്ളൂ. ആ ജില്ലയിൽ മുഴുവൻ നീ കറങ്ങിക്കഴിഞ്ഞു. പിന്നെ എവിടെ പോവാനാ? വിവരമില്ലാത്ത നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ബുദ്ധി വേണം, ബുദ്ധി. മനസ്സിലായോ? സത്യം പറയാലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, ഞാൻ വാങ്ങിയ ഈ മാപ്പ് ചെറുതാ. ഇതില് 14 ജില്ലയേ ഉള്ളൂ. കേരളത്തിന്റെ കുറച്ചുകൂടെ വലിയ മാപ്പ് വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ ചിഞ്ചുവിനെ കടയിൽ പറഞ്ഞയച്ചിരിക്കുക. ഇപ്പൊ മനസ്സിലായോ എന്റെ ബുദ്ധി?